ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ളൊരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് എന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ നിന്ന് വളരെ ചുരുക്കം ചിത്രങ്ങളാണ് ഈ ഒരു ആഴ്ചയിൽ OTT റിലീസിന് എത്തുന്നത്. അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരു ആഴ്ചയിൽ കൂടുതലും OTT റിലീസിന് എത്തുന്നത്. അത് നമുക്ക് സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീകാന്ത്, അതുപോലെ തന്നെ നീന, ജാഫർ ഇടുക്കി, മനോജ് ഗജെ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആയിരുന്നു. ചിത്രം ഇന്ന് റിലീസ് ചെയ്യായിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് ഈ ചിത്രം സെപ്റ്റംബർ 20 റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തലേ ദിവസം തന്നെ ഈ ചിത്രം പോസ്റ്റ്പോൺ ചെയ്തു എന്ന്, റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാരഡൈസ് എന്ന് പറഞ്ഞ ചിത്രം ലാസ്റ്റ് ടൈം പോസ്റ്റ്പോൺ ചെയ്യുകയും പിന്നീട് അന്ന് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി ചിലപ്പോൾ സെപ്റ്റംബർ 20 ചിത്രം സ്ട്രീമിംഗ് ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കോഫി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇനിയ, അതുപോലെ തന്നെ രാഹുൽ ദേവ് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു കോഫി എന്ന് പറയുന്നത്. 2020 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കളക്ഷൻ നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡോപ്പമീൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ധീരവ്, അതുപോലെ തന്നെ നമ്മുടെ നിഖില ശങ്കർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഡോപ്പമീൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സാല എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീനാഥ് ആനന്ദ്, അതുപോലെ തന്നെ അരുൾ ദോസ്, അരുവി ബാലാജി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുന്ന ചിത്രമാണ് സാല എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്തു തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 തമിഴ് ഭാഷയിലൂടെ ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദളപതി വിജയ് കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ, ജയറാം എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഈ മാസം 5 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. മേ ബി ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 ഇൻഡസൻ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ HD പ്രിന്റ് ലീക്ക്ഡ് ആവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ തങ്കലാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റ് പ്ലാറ്റ്ഫോമിലൂടെ ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ഫുൾ സിനിമ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ ചിത്രം ചിലപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 20 ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കലാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിയാൻ വിക്രം, മാളവിക മേനോൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുവന്ന ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 OTT റിലീസിന് എത്തുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ഈ ചിത്രം ഇപ്പോൾ തന്നെ ഹിന്ദുസൻ പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതായത് ലീക്ക്ഡ് പ്രിന്റ് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്രിന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മേ ബി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാരതീയ ഭാഷയിലൂടെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എത്രത്തോളം ഷുവർട്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. ഒരു വെബ്സൈറ്റിൽ കണ്ടതാണ് ഞാൻ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ, വിക്രാന്ത് എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. നമ്മുടെ രജനീകാന്ത് മകള് സംവിധാനം ചെയ്ത് രജനീകാന്ത് ഒരു കാമിയ റോളിൽ ചിത്രത്തിൽ അഭിനയിച്ചുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺനെസ്റ്റ് എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്.
മേ ബി ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 20 റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റും ഒരാഴ്ച മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി കൺഫർമേഷൻ ഒന്നുമില്ല, ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. റാവു രമേശ്, അജയ്, ഇന്ദ്രജ, അങ്കിത് കോയ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലും എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 23 തിയേറ്റർ റിലീസ് ചെയ്ത ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആഹാ വീഡിയോസ് ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തിരംഗഭദ്ര സ്വാമി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ താജ് തരൂൺ, മാളവിക മൽഹോത്ര എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു മാക്സ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു തിരംഗഭദ്ര സ്വാമി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹ തെലുങ്കാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 ആഹ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിജു സണ്ണി, ജഗദീഷ്, കോട്ടയം നസീർ, സാഫ്രോയ്, അതുപോലെ തന്നെ നമ്മുടെ ജോമോൻ ജ്യോതിർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. പ്രേക്ഷകർ ഒന്നിറങ്ങാൻ കാത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ഒഫീഷ്യലി വരുന്ന സെപ്റ്റംബർ മാസം 23 ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഒഫീഷ്യലി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൊൻവേൽ, അതുപോലെ തന്നെ നിഖില വിമൽ, കലൈരൈസൻ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് സൈലന്റ് ആയിട്ട് വന്ന് തമിഴ് ഭാഷയിൽ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളൊക്കെയാണ്, ജനങ്ങളിൽ നിന്ന് നല്ലൊരു അഭിപ്രായമായിരുന്നു ഈ ചിത്രത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. മാരി സെൽവരാജൻ സംവിധാനിച്ച ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൈവൻ കോളനി 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അരുൾനിധി, അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമാണ് ഡൊമൈൻ കോളനി 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ C5 ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. മേ ബി ചിത്രം ചിലപ്പോൾ മലയാളം ഉൾപ്പെടെ പതിനഞ്ച് ഭാഷയിലൂടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നൊരു അപ്ഡേറ്റ് കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊട്ടുകാളി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂര്യ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ അന്നാബെന്നും കൂടി തകർത്ത് അഭിനയിച്ച് ശിവകാർത്തികേയൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു കൊട്ടുകാളി എന്ന് പറയുന്നത്. ഒരു അവാർഡ് ജോറി കാറ്റഗറിയിലും എടുത്താന്ന ചിത്രമാണ് കൊട്ടുകാളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സിംപ്ലി സൗത്തും ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 സിംപ്ലി സൗത്തിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ട്രേറ്റ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രദ്ധ കപൂർ, അതുപോലെ തന്നെ രാജ്കുമാർ റാവു, പങ്കജ് ത്രിപാഠി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു സ്ട്രേറ്റ് 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഹോളിവുഡിൽ വലിയൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സ്ട്രേറ്റ് 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 ഹിന്ദി ഭാഷയിലൂടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. ചിലപ്പോൾ മേ ബി ഈ ചിത്രം പാരന്ത്യ ഭാഷയിലും മറ്റുള്ള ഭാഷയിലും സ്ട്രീമിംഗ് ആരംഭിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഇത്രയും വലിയ കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ചിത്രം ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊണ്ടൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ, അതുപോലെ തന്നെ രാജ്വി ഷെട്ടി, ഷമീർ കല്ലറയ്ക്കൽ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു മാസ് ആക്ഷൻ കടൽ പശ്ചാത്തലമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കൊണ്ടൽ എന്ന് പറയുന്നത്. ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സ്
നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി ഈ ഒരു ചിത്രം നവംബർ മാസം പകുതിയോട് കൂടിയിട്ട് ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളം ഒരു അപ്ഡേറ്റ് ആണ്. കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ജഗദീഷ്, അശോകൻ എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഓണത്തിന് നല്ലൊരു കളക്ഷനും നല്ലൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ മേ ബി ഈ ചിത്രം ഒക്ടോബർ ലാസ്റ്റോ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിലൂടെ ആയിരിക്കും ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. അപ്പോൾ OTT റൈറ്റ്സ് മേടിച്ചതിന്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം ഓർഡർ അപ്ഡേറ്റ് ആണ്. CA രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കലബോൺ ഷാജോൺ, സുധീർ കരമന, ബൈജു, പ്രേംകുമാർ, നാസി സൗമങ്ങാട്, രാധാകൃഷ്ണൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു CA രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സൈന പ്ലേയും അതുപോലെ തന്നെ മനോരമ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തിന്റെ വ്യക്തമൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു കമ്മിങ് സൂൺ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. മേ ബി ഈ ചിത്രം ഒക്ടോബർ മാസം 10 ആയിരിക്കും മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം OTT അപ്ഡേറ്റ് ആണ്. പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ആയിട്ടുള്ള മറിമായം എന്ന് പറയുന്ന ടീമിന്റെ ഒരു മലയാളം മൂവി ആയിരുന്നു പഞ്ചായത്ത് ചെട്ടി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വേണ്ടപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന കഴിച്ചതിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ട്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മേ ബി ഈ ചിത്രം ഒക്ടോബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടെ കേൾക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം അപ്ഡേറ്റ് ആണ്. ഭരതനാട്യം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു കുറുപ്പ്, സായി കുമാർ അതുപോലെ തന്നെ നന്ദു പൊതുവാൾ, സുധി സുരേഷ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പക്ക കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്ത ഒരു ചിത്രമായിരുന്നു ഭരതനാട്യം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ മേ ബി ഒക്ടോബർ മാസം 10 കൂടിയിട്ട് മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് റിലീസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തതയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളതാണ് മനോരമ മാക്സ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം അപ്ഡേറ്റ് ആണ്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഒരു ഇളവിലേക്ക് ശേഷം റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ചിത്രമായിരുന്നു ബാഡ് ബോയ്സ് പറയുന്നത്. ബാബു ആന്റണി, ബിബിൻ ജോർജ്, സെന്തിൽ രാജാമണി, ടിനി ടോം, ഹരിശ്രീ അശോകൻ, ധ്യാൻ ശ്രീനിവാസൻ, ആൻസൺ പോൾ അതുപോലെ തന്നെ ഒരുപാട് സൈജു കുറുപ്പ് എന്നിവർ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുള്ള ഒരു ഒരുപാട് പേരുള്ള ഒരു മലയാള സിനിമയായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ചിത്രം കുഴപ്പമില്ലാത്തൊരു ചിത്രമായിരുന്നു. ഞാൻ ഓണത്തിന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഒരു കോമഡി എന്റർടൈൻമെന്റ് ഫുള്ളി ഒരു കുറച്ച് നേരം തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ പറ്റുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ഹമ്മർ ഫണ്ണായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഒക്ടോബർ മാസം 10 കൂടിയിട്ട് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.